ഫ്രണ്ട്സ്, ഏവർക്കും ഡിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത് ഒരു DAAK സ്പീക്കേഴ്സിനെ കുറിച്ച് അതിന് സിമ്പിൾ ആയിട്ട് ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ച ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ആ സ്പീക്കറിന് പറ്റിയൊരു ബോക്സ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 5.1 ഹോം തിയേറ്റർ ഉണ്ട്. അപ്പൊ അതിൽ നമ്മുടെ സെൻട്രൽ ചാനലിൽ ഞാൻ കൊടുക്കാമെന്ന് കരുതിയിട്ട് രണ്ട് 8 ഓമിന്റെ 4 ഇഞ്ച് സ്പീക്കർ ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ബോക്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ ചെയ്ത ആ ബോക്സിന്റെ ഒരു മെഷർമെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് 2 ചേംബർ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് പാരലി ചെയ്ത് ഉപയോഗിക്കാനാണെങ്കിലും ഒരു സൈഡ് നമ്മൾ ഒരു എയർ ഹോൾ കൊടുത്തിട്ടും മറ്റേ സൈഡ് സീൽഡ് എൻക്ലോഷർ ആയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കൂടുതൽ ബാസ് കിട്ടുന്നതിന് വേണ്ടി, ഒരു ഡീപ്പ് ബാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എയർ ഹോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഹോൾ കൊടുക്കാതെയും 2 രീതിയിലും ടെസ്റ്റ് ചെയ്യാം എന്നൊരു ചിന്താഗതി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 6 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. ബാക്കിലേക്ക് അതുപോലെ ഒരു 6.5 ഇഞ്ച് ബാക്ക് സൈഡിലോട്ട് വരുന്നുണ്ട്. പിന്നെ മൊത്തം ലെങ്ത് 14 ഇഞ്ചാണ്. അതായത് 14 ഇഞ്ച് വീതി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹൈറ്റ് സ്പീക്കർ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ ഹൈറ്റ് ഒരു 6 ഇഞ്ച്, വീതി ഒരു 14 ഇഞ്ച്, അതിന്റെ ബാക്ക് സൈഡിലേക്ക് ഒരു 6.5 ഇഞ്ച്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ബോക്സ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു പോർഷൻ, അതായത് 6 ഇഞ്ചോളം വരുന്ന ഭാഗം നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് നിലവിൽ സീൽഡ് എൻക്ലോഷർ ആക്കുന്നതിന് വേണ്ടിയിട്ട്. മറ്റുള്ള ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തൊരു എയർ ഹോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു 1/2 ഇഞ്ചിന്റെ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് എയർ ഹോൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ തന്നെ സിമ്പിൾ ആയിട്ട് ആ ഒരു പ്ലൈവുഡ് ഒക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്പീക്കർ ചെയ്തത്. അപ്പൊ അതിന്റെ ആ ഒരു എങ്ങനെ ചെയ്തെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് നമുക്ക് അതിന്റെ വീഡിയോ കാണാം. ബോക്സ് ഉണ്ടാക്കാനുള്ള പ്ലൈവുഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1/2 ഇഞ്ചിന്റെ പ്ലൈവുഡ് ആണ്. ശരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ചിന്റെ MDFO എന്തെങ്കിലും വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പം എൻ്റെ കയ്യിൽ ഇരുന്നത് ഈ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഫെവിക്കോൾ ഉപയോഗിച്ച് നന്നായിട്ട് പശ വെച്ചിട്ട് വേണം ആണിയൊക്കെ അടിച്ചെടുക്കാൻ. കാരണം എയർ ലീക്കോ അങ്ങനെയുള്ളതും വരാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഇത് എനിക്കത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്കിലും ചെറുതായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ചെയ്തതാണ്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് ബോക്സൊക്കെ നല്ല രീതിയിൽ അടിക്കാൻ പറ്റിയെങ്കിലും എൻ്റെ ഹോൾ കട്ട് ചെയ്യുന്ന ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്, സുഹൃത്തിൻ്റെ ഹെൽപ്പോടുകൂടി. പക്ഷെ എന്നാലും ഒരു പെർഫെക്ഷൻ എനിക്ക് കുറവ് വന്നു ആ കട്ട് ചെയ്തത്. അപ്പോൾ ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് നമുക്ക് സ്പീക്കർ ഇരിക്കുമ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആവുന്നുണ്ട്, ചെറിയൊരു എയർ ഗ്യാപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ അതിലൂടെ സർക്കിളിൽ ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, നമ്മളിത് 2 ചേംബറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചേംബറിനകത്ത് നമ്മൾ എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്, മറ്റത് സീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോക്സിന്റെ അപ്രോക്സിമേറ്റ്ലി അതിന്റെ ഒരു 90% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ടോപ്പ് കവർ മാത്രം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ആവും. നമ്മൾ ആ ടോപ്പ് കവർ ഇടുന്നതിന് മുമ്പൊന്ന് ശ്രദ്ധിക്കുക, ചെറിയൊരു ഹോള് നമ്മൾ ഈ 2 ചേംബർ തമ്മിൽ കൊടുക്കേണ്ടതാണ്, കാരണം വയർ ഇടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിന്റെ ടോപ്പ് ഭാഗം കവർ ചെയ്യാം. ആദ്യം ഫെവിക്കോൾ നന്നായിട്ട് ഇടുക, എന്നതിന് ശേഷം ആണി അടിച്ചിട്ട് അതിനെ ഉറപ്പിക്കുക. 1 ഇഞ്ച് ആണിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിതിൽ എയർ ഹോൾ കൊടുക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു 1/2 ഇഞ്ച് PVC പൈപ്പിനെ 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനി സ്പീക്കർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം വയർ. എന്നിട്ട് ഇത് 2 ചേംബറിൽ ഞാൻ സെപ്പറേറ്റ് വയർ ഇട്ടിട്ടാണ് സെപ്പറേറ്റ് കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്യാനാണ് ഓരോ ചേംബറിലെ എഫക്റ്റ് അങ്ങനെ കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പാരൽ ചെയ്യണം. ഇപ്പോൾ രണ്ടും കൂടി പാരൽ ചെയ്തിട്ട് പിന്നീട് കോമൺ കണക്ഷൻ ഫൈനലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം സ്ക്രൂ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ ഡബിൾ സൈഡ് ടേപ്പ് അങ്ങനെ ഇട്ടതുകൊണ്ടേ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സീറ്റിംഗ് ആയിട്ട്. ഇനി ഇത് നമ്മുടെ ആംപ്ലിഫയർ കണക്ട് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
ചെവി കൊണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽഡ് എൻക്ലോഷർ ഭാഗം കുറച്ചുകൂടി മിഡിന് കുറച്ചും കൂടി പ്രാധാന്യം കിട്ടുന്നുണ്ട്. മറ്റതിന് കുറച്ചും കൂടി ലോയിലേക്ക് ലോ അല്പം കൂടി നമുക്കത് കിട്ടുന്നുണ്ടെന്ന് പറയാം. അതാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. ഇനി ഇതിന്റെ മറ്റുള്ള എക്യുപ്മെന്റ് വെച്ചിട്ടുള്ള ടെസ്റ്റ് ഒന്നും നമ്മുടെ അതിനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് ഇതിനൊരു ലുക്ക് കൊണ്ടുവരണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു കാർപ്പറ്റോ അല്ലെങ്കിൽ എന്താ ക്ലോത്ത് കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്യാം. അപ്പൊ അതിന്റെ ആ ഒരു ക്ലിപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സ്പീക്കർ ബോക്സിൽ എങ്ങനെയാണ് കാർപ്പറ്റ് പൊതിയുന്നത് അല്ലെങ്കിൽ ക്ലോത്ത് പൊതിയുന്നത് നോക്കാം. ഇത് അല്പം തിക്കുള്ള ടൈപ്പ് കാർപ്പറ്റാണ്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ വെച്ചാലും കുറച്ചുകൂടി സേഫായിട്ടിരിക്കും. കുറച്ചുകൂടി തിക്കുള്ളത് കൊണ്ട് തന്നെ ബോക്സിന് വലിയ പ്രശ്നമില്ലാതെ സേഫായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുക, എന്നിട്ട് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാലും മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫെവിക്കോളിൻ്റെ SR ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് അമർത്തി അതിന് ഒട്ടിക്കുക. ഈ കോർണറുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്നിട്ട് വേണം ഒട്ടിക്കാൻ. അല്ല, അപ്പോൾ അതിൻ്റെ കറക്റ്റ് മടക്ക് കറക്റ്റായി വരികയുള്ളൂ. ഓക്കെ, നന്നായിട്ട് മടക്കുക. എല്ലാ ഭാഗവും 4 ഭാഗവും അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഈ ഫെവിക്കോളിൻ്റെ SR വശ ഉപയോഗിക്കുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കുക. അതിനകത്ത് ഒരുപാട് സമയം വേണ്ടി വരുന്നില്ല. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒട്ടുന്നുണ്ട്. എന്നിട്ട് അവസാനം നമുക്കതിൻ്റെ സ്പീക്കറിനുള്ള ഹോള് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാം, ആ ഭാഗം മാത്രം. അത് നമുക്ക് നൈഫോ അല്ലെങ്കിൽ കത്രികയോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെല്ലാം ഈസിയായിട്ട് ഒട്ടിച്ച് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളുടെ സ്പീക്കറിൻ്റെ കാർപ്പറ്റ് അല്ലെങ്കിൽ ക്ലോത്ത് പൊതിയുന്ന പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്പീക്കർ ഹോളൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ സ്പീക്കറൊക്കെ ഫിക്സ് ചെയ്ത് പാരൽ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പീക്കറിന്റെ ബോക്സ് നമ്മളൊരു ക്ലോത്ത് അല്ലെങ്കിൽ മാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട്. അതിൽ സ്പീക്കർ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് നമുക്കൊരു ഗ്രില്ല് കൂടി വെക്കണം. സ്പീക്കറിന്റെ ഒരു ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് കൂടി വേണം. അതിലും ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ നിലവിൽ അതെനിക്ക് എന്റെ ക്ലോത്ത് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് പിന്നീട് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ സൗണ്ട്. ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ. എന്തായാലും നമ്മളിതെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത അവസ്ഥയ്ക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ സ്പീക്കർ ഇപ്പൊ പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സംഭവം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. നല്ല ബാസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത ബാസ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഡീപ്പ് സബ് ഓഫറിന് പോലത്തെ ബാസ് ഒരിക്കലും ഇതിൽ കിട്ടില്ലല്ലോ. ഇപ്പൊ നോർമലായിട്ടുള്ള ബാസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ട്രബിളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹൈ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അത് ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇതിപ്പോ നിങ്ങൾ ചിലപ്പോൾ കരുതും ഞാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചുമ്മാ അങ്ങോട്ട് കേട്ടും കൊണ്ട് ഒരു അഭിപ്രായം പറയാണെന്ന്. പക്ഷെ ഞാൻ അഭിപ്രായം പറയുന്നതിന് മുമ്പ് എപ്പോഴും ഒരുപാട് പേരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന അഭിപ്രായങ്ങൾ ആരായാറുണ്ട്. അങ്ങനെ പലരുടെ അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഫൈനൽ റിസൾട്ട് പറയാം. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞ റിസൾട്ട് അവർ ഒരിക്കലും ഇപ്പൊ നിങ്ങൾ കാണുന്ന നിങ്ങളത് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞ അതേ റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. അല്ലാതെ ഞാനിപ്പോ ഒരു ചുമ്മാ ഒരു സാധനം മേടിച്ചു നല്ലതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരുപാട് പേരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഞാനൊരു റിസൾട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് എനിക്ക് സുഖകരമായിട്ട് തന്നെ തോന്നിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നമ്മുടെ 5.1 ഹോം തിയേറ്ററിൽ എന്തായാലും കൊടുക്കാം. അടിപൊളിയായിട്ട് ചാനൽ സ്പീക്കർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോ സെൻട്രൽ ചാനലാണ് ഞാനിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്പീക്കർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ അതുവഴി കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ